എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഈ മാസാമാസം നൽകിയ പണത്തിന് എന്തെങ്കിലും സേവനമുണ്ടോ? ഇല്ല. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടിത്തുള്ള കള്ളികൾ ഇറങ്ങി. ഒരു സേവനവും ഇല്ലാതെ മറ്റെന്താണ് വിളിക്കുക? ഫ്ലാഷ്ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മ. എന്താണ് CMRLന്റെ ഒന്നാമത്തെ കരാർ എക്സാലോജി കമ്പനിയുമായി 2017 മാർച്ച് 2 ഒപ്പിട്ടതാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മാനേജ്മെന്റ്, മെയിന്റനൻസ്, ഡെലിവറി എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്, ഈ കരാർ ഏർപ്പെട്ടിട്ടുള്ളത്. ഇതൊന്നും രഹസ്യരേഖയല്ല. നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മജി. ഒരു പബ്ലിക് ഡൊമൈനിലുള്ള പിന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഔദ്യോഗികമായ കാര്യമാണ് ഇത്. ഇതൊന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായോ? ഒരു പിടിയുമില്ല. നിനക്കോ? ഒരാളും ഇങ്ങനെ ഒരു രേഖ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ ഒരു കരാറില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അതോടൊപ്പം കരാർ ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ആയി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് IT പ്രൊഫഷണൽ എന്ന നിലയിലുള്ള വൈദഗ്ധ്യം അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഇടപാടിന്റെ ഭാഗമായും നടത്തിയിട്ടുള്ള ക്രയവിക്രയങ്ങളെ കുറിച്ചാണ് ചർച്ച. അതെങ്ങനെയാണ് ഇല്ലീഗൽ ഇടപാടാകുന്നത്? താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കരാറിൽ പ്രകാരമുള്ള ജോലികൾ നടക്കുന്നില്ലെങ്കിൽ പണം കൊടുക്കുമോ? സാധാരണഗതിയിൽ നമ്മളൊക്കെ എന്താണ് ചെയ്യുക? ഒരു കമ്പനിയുമായി കരാർ ഉണ്ടാക്കി അവർ ഈ സേവനങ്ങളൊന്നും തരുന്നില്ലെങ്കിൽ അവർക്ക് വീണ്ടും പണം കൊടുത്തുകൊണ്ടിരിക്കും. ഇനി അഥവാ കുറച്ചെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരികെ പിടിക്കാൻ നിയമ നടപടികളടക്കം സ്വീകരിക്കില്ലേ? വീണാ വിജയനും അവരുടെ കമ്പനിയും ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് CMRL തന്നെ പറയുകയും അവരിതിലൊരു നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല മുഴുവൻ പണവും മാസാമാസം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോ പ്രതിഫലം കൊടുത്തതിൽ CMRL നൽകിയ സത്യവാങ്മൂലം നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ അഫിഡവിറ്റോ അനുബന്ധമായ മൊഴിയോ കണക്കിലെടുക്കാതെയാണ് തർക്കപരിഹാര ബോർഡിൽ ആദായ നികുതി വകുപ്പിന്റെ വാദം. പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ആദായ നികുതി വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇക്കാര്യങ്ങൾ പരിഗണിക്കാതെയായിരുന്നു വാദം. നികുതി ഇളവിൽ CMRL സമർപ്പിച്ച വിവിധ രേഖകളിൽ ഒന്നും മാത്രമാണ് പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ. അല്ല, ഞാനൊന്ന് ദയവേദി ഒന്ന് കേൾക്കൂ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അതായത് 2 കമ്പനികൾ നിയമാനുസൃതം ഏർപ്പെട്ട കരാർ, അതില് നിഷയ്ക്ക് സംശയമില്ലല്ലോ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. 2 കമ്പനികൾ നിയമാനുസൃതം ഏർപ്പെട്ട കരാറാണ്. സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? അതിന്റെ ഭാഗമായുള്ള സേവനവും പ്രതിഫലവും കൈമാറലാണ്. അതിന്റെ ഭാഗമായുള്ള സേവനവും പ്രതിഫലവും കൈമാറലാണ്. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. അങ്ങനെ സേവനം കിട്ടിയിട്ടില്ല എന്ന നിലപാട് കമ്പനി അഫിഡവിറ്റിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചോ? അങ്ങനെ ഒരു സേവനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നികുതിദായകനും നികുതി വകുപ്പും തമ്മിൽ നടക്കുന്ന ഒറ്റത്തവണ ഒത്തുതീർപ്പിന്റെ ഉത്തരവ് മാത്രമാണ് ഈ സെറ്റിൽമെന്റ് കമ്മീഷൻ ഓർഡർ. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. 2, ഇതിൽ മറ്റു വ്യക്തികളോ സ്ഥാപനങ്ങളോ കക്ഷികളല്ല. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങും. അതിൽ പരാമർശിക്കപ്പെട്ട മറ്റുള്ളവരുടെ ഭാഗം കേട്ടോ. അവർക്ക് എന്തെങ്കിലും തെളിവ് നൽകാനുണ്ടെങ്കിൽ അത് സമർപ്പിച്ച ശേഷമോ പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവല്ല ആദായ നികുതി നിയമത്തിലെ വകുപ്പ് 245D പ്രകാരമുള്ള സെറ്റിൽമെന്റ് ഓർഡർ. വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ല. എക്സാലോജിക് എന്ന കമ്പനിക്കോ അതുമായി ബന്ധപ്പെട്ട വ്യക്തിക്കോ ഈ സെറ്റിൽമെന്റ് ഓർഡറുമായി നേരിട്ടൊരു ബന്ധവുമില്ല എന്നർത്ഥം. അവർ ഇതിൽ കക്ഷികളല്ല. അതെന്താ മനസ്സിലാക്കാത്തത്? മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ കാണാൻ തുടങ്ങിയിട്ട്. കമ്പനിയും പങ്കാളികളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ എങ്ങനെയാണ് വീണയെ കേൾക്കുക? വീണ ആ കേസിൽ കക്ഷിയല്ല, പിന്നെ എങ്ങനെയാണ് അവരെ കേൾക്കുക? പക്ഷെ ചോദ്യം അതല്ലല്ലോ. ഒരു സേവനവും നൽകാതെ എന്തിനാ CMRL കമ്പനി വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക്, ടൂറിസം മന്ത്രിയുടെ ഭാര്യയ്ക്ക് പണം നൽകി എന്നുള്ളതാണ് ചോദ്യം. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടോ മാനേജുമായി ബന്ധപ്പെട്ടോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടോ ആനുവൽ മെയിന്റനൻസുമായി ബന്ധപ്പെട്ടോ ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിയമപരമായി ആ തുക കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ.
വീണ വിജയനോ അല്ലെങ്കിൽ അവരുടെ കമ്പനി എന്ത് സോഫ്റ്റ്വെയർ ആണ് ഈ CMRL വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് CPM-ന് അറിയാം. അല്ല, ഇപ്പൊ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സേവനത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ വീണ വിജയനോ അവരുടെ കമ്പനിയോ CMRL-ന് വേണ്ടി ഏത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു? ശ്രീ ഷിജു ഖാൻ ഒരു യുവ നേതാവാണല്ലോ, താങ്കൾക്ക് അറിയണമല്ലോ ഇത്ര സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ. അപ്പൊ ഏത് സോഫ്റ്റ്വെയർ ആണ് ഇവർ ഈ കമ്പനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തു? അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. റോഹൻ ദുവ എന്ന പേരുള്ള ഒരു RSSന്റെ ഒരു സംഘി പോർട്ടൽ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ആ പോർട്ടൽ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ചാനലുകൾ ന്യൂസ് 80, അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് പോസ്റ്റ്, ഹിന്ദുസ്ഥാൻ ടൈംസ്, DNA, അതുപോലെ തന്നെ ANI, അവരൊക്കെ ഇതിനെ അവലംബമാക്കിയിട്ടാണ് വാർത്ത കൊടുത്തത്. ആ വാർത്തക്കുള്ള വേഗത എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. പ്രശ്നമാക്കണ്ടെന്നോ? ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് താല്പര്യം തുടക്കം വെക്കുന്നത്. ചില്ലറ വേഗതയല്ല ആ വാർത്തക്ക് ഉണ്ടായിരുന്നത്. ആ വാർത്ത അതികഠിനമായ രീതിയിലാണ് പ്രചരിക്കപ്പെട്ടത്. അതിൽ പറയുന്നു, ഖാലിദ് മിഷാൽ എന്ന ഹമാസിന്റെ നേതാവ് മലപ്പുറത്ത് വന്നു. ആ വന്ന ഉടനെ തന്നെയാണ് എന്ത് ചെയ്ത് ഈ കളമശ്ശേരിയിലെ ജൂത കേന്ദ്രം ടാർഗറ്റ് ചെയ്തു. എന്തൊക്കെ കഥകളാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. മാത്രമല്ല MV നികേഷ് കുമാർ അതും അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ പോളും ഇവര് രണ്ടുപേരും ഇരുന്ന് ഉച്ചക്ക് ചർച്ച ചെയ്യണം. എന്താ ചർച്ച ചെയ്യുന്നത്? ചർച്ചയിൽ പറയുന്നത് നോക്ക് നിങ്ങൾ. ഈ യഹോവ സാക്ഷികൾ, ആ യഹോവ സാക്ഷികൾ ക്രിസ്തു ദേവനെ അംഗീകരിക്കുന്നില്ല, മറിച്ച് അവർക്ക് യഹോവയാണ് ദൈവം, ജൂതരുടെ ദൈവവും യഹോവയാണ്. അങ്ങനെ തുടങ്ങി ഒരു ജൂതരും യഹോവയുടെ ചർച്ചയാണ് ഇങ്ങനെ പൊടിപിടിക്കുന്നത്. എന്തായാലും കാരണം ഇവരുടെ മനസ്സിന്റെ അകത്തുള്ളത് ഇത് അതിന്റെ ഭാഗമാണെന്ന്. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഇവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. സത്യത്തിൽ ആ ചങ്ങാതി പോയി കീഴടങ്ങിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് ഒളിവിലേക്ക് മാറി നിന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? രാഘവൻ പറഞ്ഞത് വാസ്തവം. ഇവിടെ വളരെ ശക്തമായ രീതിയിൽ ഈ വിദ്വേഷം. ഇനി ഞാൻ പറയാനുള്ളത് എനിക്ക് കുഞ്ഞിക്കണ്ണ സഖാവിനോട്. എന്താണ് ഇന്നലെ രാവിലെ 10 മണിക്ക് DGP-ന്റെ പ്രസ്താവന? വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ, അസത്യം പ്രചരിപ്പിക്കുന്നതിനെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും. അത് തന്നെ ADGP പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം എത്ര പേര് വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വർഗീയ താണ്ഡവം വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. വിദ്വേഷം പ്രചരിപ്പിച്ചു. ഒരു FIR എങ്കിലും ആർക്കെതിരെ എടുത്തോ? സാജൻ സ്കറിയ പറയുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വരാജാണ് ഇതിന് പറയില്ല. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു യുവ നേതാവിനെ വരെ കോർണറൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ ഹമാസ് ആണ് ഇത് ചെയ്തതെന്നും ഈ കേരളത്തിലെ ഹമാസ് അനുകൂലികളുടെ നേതാവ് സ്വരാജാണെന്ന് വരെ. ഇതൊക്കെ പറയാൻ സാജന് കിട്ടിയ ധൈര്യം എന്താ? നിങ്ങളെ പോലീസ് അനങ്ങില്ല എന്ന് ഉറപ്പാ. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. നിങ്ങളിങ്ങനെ ഈ കടലാസിൽ പഞ്ചസാര എഴുതി വെച്ച് നക്കി നോക്കിയാൽ മധുരം ഉണ്ടാവില്ല സഖാവേ. ശക്തമായി നടപടിയെടുക്കണം. ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. മുമ്പൊരിക്കൽ PC ജോർജിനെതിരെ ചെറിയൊരു കേസ് എടുത്തുള്ളൂ. അതിന്റെ ഫലം കണ്ടില്ല. ഇപ്പൊ മുണ്ടുന്നുണ്ടോ? പേടിച്ചുത്തിരിക്കുക. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.